മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സരോജിനിയുടെ സംസ്കാരം ഇന്ന് നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സമീർ ബിൻ കരീമാണ് ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്ത. ഇന്നിപ്പോൾ സംസ്കാരം അത് എപ്പോഴായിരിക്കും? നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധമൊക്കെ തന്നെ നടക്കുന്നു. അവരുടെ കൂടെ പോയിരുന്നവരുടെ സങ്കടം നമ്മൾ കണ്ടു. അവർ ഒരു കണക്കിൽ രക്ഷപ്പെട്ടു പോരുമ്പോൾ കൂടെയുള്ളയാളിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ദുഃഖവും സങ്കടമൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് സംസ്കാരം ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത പ്രജിൻ, ഇന്ന് രാവിലെ 9 മണിയോട് കൂടെയാണ് ഈ സംസ്കാരം എന്നുള്ളതാണ്. ഉച്ചക്കുളം പൊതു ശ്മശാനത്തിലായിരിക്കും സരസ്വതിയെ സംസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ സരസ്വതിയുടെ മൃതദേഹമുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയിൽ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു. പിന്നീട് രാത്രിയിൽ ഈ വീട്ടിൽ വെക്കുന്നതിന്റെ അസൗകര്യം കണക്കിലെടുത്താണ് കുടുംബം ഈ രാവിലെയോട് കൂടി മൃതദേഹം തിരിച്ചു തന്നാൽ മതി എന്നുള്ള കാര്യം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടെ തന്നെ ഈ ഉച്ചക്കോളം പൊതു ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. അതോടൊപ്പം തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് SDPI ഇന്ന് നിലമ്പൂരിൽ ഹർത്താലും ആചരിക്കുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഈ ഹർത്താൽ നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 1 മണിക്കൂറുകളിൽ പ്രഷീറിലേക്ക് എത്തിക്കാനുണ്ട്. ഏതായാലും ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടെയാണ് ഈ ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരസ്വതി എന്ന് പറയുന്ന യുവതി ഉൾക്കാട്ടിൽ വെച്ച് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിനാണ് ആ നാട് അരങ്ങേറിയത്. പ്രത്യേകിച്ച് അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ്, അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിനുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാത്തതാണ് ഈ കാട്ടാനാക്രമണത്തിന് കാരണമെന്നുള്ളതായിരുന്നു ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് സബ് കളക്ടർ നടത്തിയ ചർച്ചക്കൊടുവിലാണ് എല്ലാം ശാന്തമായി മാറിയത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.